ഇന്ന് ഒക്ടോബർ 11 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ലേഡീസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. ഒന്ന്, നോബൽ സമ്മാനം, അതായത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു. മിക്കവാറും എല്ലാവരും ശ്രദ്ധിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നോബൽ സമ്മാനങ്ങളിൽ ഒന്നാണ് പീസ് പ്രൈസ്, സമാധാനത്തിന് നോബൽ സമ്മാനം. മറ്റൊന്ന്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന ഏറ്റവും വലിയൊരു കോൺഫറൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്? മിസസ് യൂണിവേഴ്സ് എന്ന പട്ടം നേടി ആദ്യമായിട്ട് ഇന്ത്യ മിസസ് യൂണിവേഴ്സ് എന്ന പട്ടം കരസ്ഥമാക്കി. ഷെറി സിംഗ് ആണ് ഈ പട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, മരിയ കൊറീനോ മച്ചാഡോ വിൻസ് 2025 നോബൽ പീസ് പ്രൈസ്. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മരിയ കൊറീനോ മച്ചാഡോയ്ക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം ഈ പ്രാവശ്യത്തെ നോബൽ സമ്മാനം ലഭിക്കുമെന്ന്. ആ ഒരു കാര്യത്തിൽ ഇസ്രായേലിന് വളരെയധികം സപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ പ്രഖ്യാപിച്ച സമ്മാനം ഇത് ലഭിച്ചിട്ടുള്ളത് മരിയ കൊറീനോ മച്ചാഡോയ്ക്കാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 നോബൽ പീസ് പ്രൈസ് ആണ് ലഭിച്ചിട്ടുള്ളത് മരിയ കൊറീനോ മച്ചാഡോ. വെനിസുല എന്ന രാജ്യക്കാരിയാണ് മരിയ കൊറീനോ മച്ചാഡോ. വെനിസുല എന്ന രാജ്യം പറയുമ്പോൾ ഇത് തെക്കേ അമേരിക്കയിലെ ഒരു രാജ്യമാണ്. ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് വെനിസുല. ഇവിടുത്തെ ക്യാപിറ്റൽ ആണ് കരാക്കസ്. വെനിസുല സ്വദേശിയാണ് മരിയ കൊറീനോ മച്ചാഡോ. 2025 നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു സമ്മാനം ലഭിക്കാൻ പ്രധാനമായിട്ടും കാരണം പറയുമ്പോൾ ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. സ്വച്ഛാധിപത്യം എന്ന അതിനെ മറികടന്ന ഡെമോക്രസിയിലേക്ക് എത്തിക്കുക, ജനാധിപത്യത്തിലേക്ക് എത്തിക്കുക എന്ന ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മരിയാന കൊറീനോ. ആ രാജ്യത്തെ ഒരു അയൺ ലേഡി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മരിയ കൊറീനോ മച്ചാഡോ. എല്ലാ വർഷം നോബൽ പീസ് പ്രൈസ് ഇത് നൽകുന്നത് നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ്. കഴിഞ്ഞ വർഷം നോബൽ പീസ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ജപ്പാൻ സ്വദേശിയായിട്ടുള്ള നിഹോൺ ഹിഡാൻകോയ്ക്കാണ്. ലോകത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ അണുബോംബ് ഹിരോഷിമ, നാഗസാക്കി, അതിലെ ഒരു സർവൈവർ, അതിൽ അതിജീവിച്ച വ്യക്തിയാണ് നിഹോൺ ഹിഡാൻകോ, ജപ്പാൻ സ്വദേശി. അദ്ദേഹത്തിനാണ് 2024 അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2025 അവാർഡ് ലഭിച്ചിട്ടുള്ളത് മരിയ കൊറീനോ മച്ചാഡോ, വെനിസുലൻ രാജ്യക്കാരി. ഈ അവാർഡ് നൽകുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ജോർഗൻ വാട്നെ ഫ്രൈറ്റ്നസ്. ഇപ്പോൾ ജോർഗൻ വാട്നെ ഫ്രൈറ്റ്നസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നിട്ടുള്ള നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് നോബൽ പീസ് പ്രൈസ് ഇത് നൽകുന്നത് എല്ലാ വർഷവും. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്, IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് ഇൻ അബുദാബി. അബുദാബിയിൽ നടക്കുന്ന IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ്, ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഒരു വലിയൊരു കോൺഫറൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അബുദാബിയിൽ. ഒക്ടോബർ 9 മുതൽ 15 വരെയാണ് IUCN, അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇന്ന് ആഗോളതലത്തിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും റെപ്രസെന്റേറ്റീവ്സ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കോൺഫറൻസ് ആണ് IUCN. ഇത് അബുദാബിയിലാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ നേച്ചർ സംരക്ഷിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോൺഫറൻസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കോൺഫറൻസ് ആണ് വരാൻ പോകുന്ന നവംബറിൽ. അത് COP എന്ന് പറയുന്നു, ക്ലൈമറ്റ് ഓൺ പാർട്ടീസ്, അല്ലെങ്കിൽ കോൺഫറൻസ് ഓൺ പാർട്ടീസ് എന്ന് പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ്. ഈ പ്രാവശ്യത്തെ IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ തീം ആണ് ട്രാൻസ്ഫോർമേറ്റീവ് കൺസർവേഷൻ, അതായത് പരിവർത്തന സംരക്ഷണത്തെ ശക്തിപ്പെടുത്തുന്നു. ലോകത്തിന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു കോൺഫറൻസ് ആണ് IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ്. ഇത് ആരംഭിച്ചിട്ടുള്ളത് ഒക്ടോബർ 9 പ്രധാനമായിട്ടും പറയുമ്പോൾ പോളിസി മേക്കേഴ്സ്, സയന്റിസ്റ്റുകൾ എന്നിവർ പങ്കെടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അബുദാബിയിലാണ് ഒക്ടോബർ 9 മുതൽ 15 വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കറണ്ട് അഫേഴ്സ് ആണ്, ഇന്ത്യ വിൻസ് ഹിസ്റ്റോറിക് ബ്രോൺസ് അറ്റ് BWF വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് 2025. ഇന്ത്യ ആദ്യമായിട്ട് BWF വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കരസ്ഥമാക്കി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഇത് എവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യക്ക് ആദ്യമായിട്ട് മിക്സഡ് ടീം എന്ന ആ ഒരു ഈവൻറ്റിൽ
BWF വേൾഡ് ജൂനിയർ ടീം ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെഡൽ ഇന്ത്യക്ക് ലഭിക്കുന്നത് BWF വേൾഡ് ജൂനിയർ ടീം ചാമ്പ്യൻഷിപ്പിൽ. ഇത് നേടിയിട്ടുള്ള സ്പോർട്സ് താരങ്ങളാണ് ഭാർഗവ് റാം അരിഗേല, വിശ്വ തേജ് ഗോപുരു. ഈ രണ്ടുപേരുടെ ആ ഒരു പെർഫോമൻസിലൂടെയാണ് ഇന്ത്യക്ക് ഇപ്രാവശ്യം BWF വേൾഡ് ജൂനിയർ ടീം ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ടീം ഇവന്റിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, മിക്സഡ് ടീം ഇവന്റിലാണ് ഈ ഒരു മെഡൽ ലഭിച്ചിട്ടുള്ളത്. ബ്രോൺസ് മെഡൽ ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മത്സരം ഗുവാഹട്ടിയിലാണ്. അതായത് 17 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ജൂനിയർ മിക്സഡ് ടീം ചാമ്പ്യൻഷിപ്പ് അത് നടത്താനുള്ള ആ ഒരു ആതിഥ്യം വഹിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്. 2008 ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ 17 ഇയേഴ്സ് ശേഷം നടന്നിട്ടുള്ള മത്സരം ഇത് ഗുവാഹട്ടിയിലാണ്. മിക്സഡ് ഇവന്റിലാണ് ഇന്ത്യക്ക് ബ്രോൺസ് ലഭിച്ചിട്ടുള്ളത് ഭാർഗവ് റാം അരിഗേലയ്ക്കും വിശ്വ തേജ് ഗോപുരുക്കും. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ഫയറിംഗ് ഫെസിലിറ്റി ട്രിനേട്ര ഫോർ ടെസ്റ്റിംഗ് ഓഫ് നേവൽ വെപ്പൺ സിസ്റ്റം വാസ് ഇനോഗ്രേറ്റഡ്. നാവിക ആയുധ സംവിധാനങ്ങളുടെ പരീക്ഷണത്തിനായി ട്രിനേട്ര എന്ന ഫയറിംഗ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേവൽ വെപ്പൺ സിസ്റ്റം ആണ് ട്രിനേട്ര. നേവിയുടെ വളരെ പ്രധാനപ്പെട്ട വെപ്പൺസിൻ്റെ ആ ഒരു ടെസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇതിൻ്റെ പേരാണ് ട്രിനേട്ര. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ഒക്ടോബർ 8, അതായത് 2 ദിവസം മുമ്പാണ് ഇന്ത്യൻ നേവിയിൽ വെപ്പൺ ടെസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന രീതിയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് ട്രിനേട്ര. ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെപ്പൺ സിസ്റ്റം ടെസ്റ്റിംഗ് സെൻറ്റർ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളത്. അത് ഇന്ത്യ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ FOCNC വൈസ് അഡ്മിറൽ രാജേഷ് ഭണ്ഡാർക്കർ ആണ്. നേവിയുടെ പ്രധാനപ്പെട്ട കമാൻഡ് ആണ് ഈസ്റ്റേൺ നേവൽ കമാൻഡ്. 3 കമാൻഡ്സ് ആണ് ഇന്ത്യൻ നേവിക്കുള്ളത്: ഈസ്റ്റേൺ നേവൽ കമാൻഡ്, വെസ്റ്റേൺ നേവൽ കമാൻഡ്, സദേൺ നേവൽ കമാൻഡ്. ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് FOCNC, അതായത് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് എന്ന് പറയുന്നു. അതായത് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആണ് FOCNC. ഇപ്പോഴത്തെ FOCNC ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആണ് വൈസ് അഡ്മിറൽ രാജേഷ് ഭണ്ഡാർക്കർ. ഈ ഒരു ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതും ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതും വിശാഖപട്ടണത്തുള്ള നേവൽ സ്റ്റേഷൻ ആയിട്ടുള്ള ബി-മുനി പട്ടണത്തിൽ വെച്ചാണത്. വിശാഖപട്ടണത്തുള്ള ബി-മുനി പട്ടണം എന്ന നേവൽ സ്റ്റേഷനിലാണ് നേവിയുടെ വെപ്പൺ സിസ്റ്റം ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലോഞ്ചിങ് സ്റ്റേഷൻ, ഒരു സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് ട്രിനേട്ര. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. പർപ്പിൾ ഫെയർ 2025 ലോഞ്ച്ഡ് ഇൻ ഗോവ. 2025 പർപ്പിൾ ഫെയർ ഗോവയിൽ ആരംഭിച്ചു. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ഒക്ടോബർ 10 ഗോവയിൽ 3ാമത്തെ ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റ് പർപ്പിൾ ഫെയർ 2025 ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ഡോക്ടർ പ്രമോദ് സാവന്ത് ആണ്. അദ്ദേഹം ഗോവയുടെ ചീഫ് മിനിസ്റ്റർ ആണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വൈകല്യമുള്ളവരുടെ സാമൂഹിക ധാരണകളിൽ ഒരു മാതൃകപരമായിട്ടുള്ള മാറ്റം വളർത്തിയെടുക്കൽ എന്നതാണ്. ഡിസബിലിറ്റി ആയിട്ടുള്ള വ്യക്തികൾക്കുള്ള പ്രചോദനം എന്ന ലെവലിലേക്ക് അവരെ ഉന്നമനത്തിലേക്കും അവരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് പർപ്പിൾ ഫെസ്റ്റ് ഫെസ്റ്റിവൽ. ഇത് 3ാമത്തേതാണ്. ഒക്ടോബർ 10 ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഗോവയിലെ ചീഫ് മിനിസ്റ്റർ ഡോക്ടർ പ്രമോദ് സാവന്ത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്: ഷെറി സിംഗ് വിൻസ് ഇന്ത്യാസ് ഫസ്റ്റ് മിസ്സസ് യൂണിവേഴ്സ് ക്രൗൺ. ഇന്ത്യയുടെ ആദ്യത്തെ മിസ്സസ് യൂണിവേഴ്സ് കിരീടം ഷെറി സിംഗ് നേടി. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷനിൽ ഇന്ത്യക്ക് കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ഷെറി സിംഗ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദ ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കെയിം മിസ്സസ് യൂണിവേഴ്സ് അത് ഷെറി സിംഗ് ആണ്. ഇത് മിസ്സസ് യൂണിവേഴ്സ് ആണ്, മിസ് യൂണിവേഴ്സ് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് ഫിലിപ്പൈൻസിലെ മനിലയിൽ ലക്ഷറീസ് ഒക്കാഡ എന്ന സ്ഥലത്താണ്. 48ാമത്തെ മിസ്സസ് യൂണിവേഴ്സ് ആണ് ഈ പ്രാവശ്യം നടന്നിട്ടുള്ളത്. ഇതിലാണ് ഇന്ത്യക്ക് കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിന് വേണ്ടിയുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ 18 വയസ്സും 55 വയസ്സിനും ഇടയിലുള്ള മാരിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകൾ, ഇവർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു മത്സരമാണ് മിസ്സസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന മത്സരം. അതിലാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് കിരീടം. ഷെറി സിംഗ് ആണ് ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്.
ജേർണലിസ്റ്റ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് നൽകിയിട്ടുള്ളത്. ഈ ഒരു കറണ്ട് അഫേഴ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.